ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ ഭാഗം 2153. ഇന്ന് നവംബർ മാസം 22-ാം തീയതി 326-ാമത്തെ ദിവസത്തിലെത്തി. ഒരു നേതാവും സഹിക്കത്തില്ലാത്തൊരു കാര്യമാണ്. ഏത് നേതാവിന് ഈ ഒരു കാര്യം സഹിക്കാനാവും? ഇത്രയും കാലം തൻ്റെ പിന്നാലെ നടന്നിരുന്ന ആളുകൾ പെട്ടെന്ന് കൂറുമാറി മറ്റൊരാളുടെ പിറകെ പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൻ്റെ തീരത്ത് യോഹന്നാൻ മാബ്ദാന നിൽപ്പുണ്ട്. സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാര് ഗുരുവിനോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അപകട സാധ്യതകളെക്കുറിച്ച് പറയുകയാണ്. ഇത്രയും കാലം നമ്മളുടെ കൂടെയായിരുന്ന ജനങ്ങളിൽ പലരും യേശുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അതവരുടെ ഒരു പരാതിയാണ്. എങ്ങനെയെങ്കിലും അവരെ തിരികെ വിളിക്കണം, തിരികെ കൂട്ടിക്കൊണ്ടുവരണം. അതിനുള്ള മാർഗങ്ങൾ സ്നാപകൻ ആലോചിക്കും, നടപ്പിൽ വരുത്തുമെന്നൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ അവരെന്തുമാത്രം നിരാശപ്പെട്ടിട്ടുണ്ടാവും. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 25, 26, 27 തിരുവചന ഭാഗത്തേക്ക് ഒന്നെത്തിയാൽ നമ്മളും വല്ലാതെ അത്ഭുതപ്പെട്ടു പോകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമാണ് സ്നാപകനിൽ നിന്നുണ്ടാവുന്നത്. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കുമൊന്നും സ്വീകരിപ്പാൻ സാധ്യമല്ല. എല്ലാം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നവയാണ് എന്നാണ് സ്നാപക യോഹന്നാന്റെ ബോധ്യം. ആഴമേറിയ ഒരു ആത്മീയ ജീവിതത്തിന്റെ ഉടമയ്ക്ക് മാത്രമേ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റൂ. ഒന്നും തൻ്റേതല്ലെന്നും എല്ലാം ദാനമായി നൽകപ്പെടുന്നതുമാണെന്ന് ഒരാൾക്ക് കരുതാനാവുന്നത് എപ്പോഴാണ്? അത്രത്തോളം ദൈവത്തിൽ എത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ വെല്ലുവിളിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് തോന്നാവുന്ന ഒരാളിൽ പോലും എന്തൊക്കെയോ ദൈവത്തിൻ്റെ നടത്തിപ്പ് കണ്ടെത്താനായിട്ട്, ദർശിക്കാനായിട്ട് സാധിക്കുന്നു. തന്നെ ഏൽപ്പിച്ച, ദൈവമേൽപ്പിച്ച, സ്വർഗമേൽപ്പിച്ച ശുശ്രൂഷ പൂർത്തിയാക്കുക. പിന്നീടോ നിശബ്ദം പിന്മാറുക. അത് സ്നാപകനറിയാം. അല്ലെങ്കിൽ തന്നെ മരുഭൂമിയിൽ മുഴങ്ങുന്ന ശബ്ദമെന്നാണ് സ്നാപകൻ തന്നെ പരിചയപ്പെടുത്തിയത്. ശബ്ദത്തിന് സ്വയം നിലനിൽപ്പില്ല. ലക്ഷ്യപൂർത്തി വരുത്തിയാൽ ശബ്ദം പിന്നെ അന്തരീക്ഷത്തിൽ അലിഞ്ഞ് ഇല്ലാതാവണം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ നിയോഗം. ഓരോ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെ പദ്ധതി അതെന്താണെന്നൊന്ന് തിരിച്ചറിയാനായിട്ട് നമുക്കും പതിയെ ശ്രമിച്ചു തുടങ്ങാം. അതൊരു പ്രാർത്ഥനയിൽ നിന്ന്, സുവിശേഷ ധ്യാനത്തിൽ നിന്നൊക്കെ ആവട്ടെ, വെളിപ്പെട്ട് കിട്ടും. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കുമൊന്നും സ്വീകരിപ്പാൻ സാധ്യമല്ല. പ്രാർത്ഥനയോടുകൂടി ആമേൻ.